സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾക്കിടെ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കാൻ CPIMന്റെ നേതൃത്വത്തിലുള്ള ഹലാൽ ഫായിദ ബാങ്ക് അടുത്ത മാസം 20-നാണ് അംഗങ്ങളുടെ പൊതുയോഗം വിളിക്കുക. വിവാദങ്ങളിൽ സൊസൈറ്റി വിശദീകരണം നൽകിക്കും. ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട്. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, വിവരങ്ങൾ. സേതു, ഇസ്ലാമിക ബാങ്കിംഗ് രീതിയിൽ CPIMന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഹലാൽ ഫായിദ ബാങ്കിനെതിരെ വലിയ ആരോപണമാണ് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നത്. നിക്ഷേപകരിൽ പലർക്കും പണം തിരികെ കിട്ടിയില്ല എന്ന പരാതിയുമായി അവർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പരാതിപ്പെട്ട മയിൽ സ്വദേശിക്ക് പണം തിരികെ നൽകിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഭരണസമിതി ഈ ഓഹരി ഉടമകളുടെ എല്ലാം തന്നെ ഒരു വിപുലീകൃത യോഗം വിളിച്ചു ചേർക്കുന്നത്. അടുത്ത മാസം 20-ാം തീയതിയാണ് കണ്ണൂർ നഗരത്തിൽ ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം എന്താണ്, പിരിച്ച പണം നിലവിൽ എന്താണ്, അതിൻ്റെ ഒരു സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഓഹരി ഉടമകൾക്ക് വിശദീകരിച്ച് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ഹലാൽ ഫായിദ ബാങ്ക് തുടങ്ങുമ്പോൾ ഈ മാംസ കയറ്റുമതി ഉൾപ്പെടെ വലിയ പദ്ധതികൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ആ പദ്ധതികൾ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കിൻഫ്രയിൽ സ്ഥലമേറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. ഏതായാലും CPIM നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഒരു സംരംഭം അതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്ന രീതിയിൽ പരാതികൾ ഉയർന്നതോടുകൂടി പാർട്ടിയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി ഉടമകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.